നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഹൗ ടു പ്രിപ്പയർ ഫോർ ഫിലിം ആക്ടിംഗ് എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ലവ് ആർട്ട് ഇൻ യുവർ സെൽഫ്, നോട്ട് യുവർ സെൽഫ് ഇൻ ആർട്ട് എന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. ക്രിയേറ്റ് യുവർ മെത്തേഡ്, act well your part, there all the hornets lies എന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. Be acting instead of thinking. It is easier to act your way into a new way of thinking than think your way into a new way of acting. അതായത് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നാം ഒരു കഥാപാത്രത്തെ എടുത്തണിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബി ആക്ടിങ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ്. വെറുതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് കാര്യമില്ല. ആ ചിന്തിക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് തൻ്റെ പ്രകടനത്തിലൂടെ ആക്ടർ കൊടുക്കണം. നാം ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടിലായിരിക്കുമ്പോൾ പ്രംപ്റ്റിംഗ് കേട്ടുകൊണ്ട് ലിപ്പിലൂടെ ആവർത്തിച്ച് വെറുതെ ബിഹേവ് ചെയ്താൽ മാത്രം മഹത്തരമായ ഒരു അഭിനയമായി മാറില്ല. പല ആക്ടേഴ്സും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഫിലിം ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് റെപ്യൂട്ടേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ട, പ്രിപ്പയർ ചെയ്യേണ്ട, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് പ്രൊംപ്റ്റ് ചെയ്ത് തരും, അത് ഡിക്റ്റേറ്റ് ചെയ്താൽ മാത്രമാണ് ആക്ട് ചെയ്യുള്ളൂ, താങ്കൾ അഭിനയിക്കുന്നതാണ് വിശ്വോത്തരമായ അഭിനയം എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ആ കഥാപാത്രത്തെ കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയും ആ ചിന്ത തൻ്റെ പെർഫോമൻസിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. സ്വന്തം വ്യക്തിത്വത്തെ മാറ്റി മറ്റൊരു വ്യക്തിത്വമായി ആ നടന് റിയലിസ്റ്റിക്കായി പെർഫോം ചെയ്യാൻ കഴിയുമ്പോൾ ജനം ആ സിനിമ അംഗീകരിക്കും. അല്ലാതെ അതൊരു ഇമിറ്റേഷൻ മാത്രമായി, അനുകരണം മാത്രമായി, ജനറലായ ഒരു പെർഫോമൻസ് മാത്രമായി ഇരിക്കരുത് തങ്ങളുടെ സിനിമ അഭിനയം. അതുകൊണ്ടാണ് പറയുന്നത് ആക്ട് ഇൻ ടു എ ന്യൂ വേ ഓഫ് തിങ്കിങ്. തനിക്ക് കിട്ടുന്ന കഥാപാത്രത്തെ നടൻ ഒരു പുതിയ ചിന്താ വഴിയിലൂടെ വ്യാഖ്യാനിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് കാണികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു മഹാനായ നടനായി തീരുന്നത്, അല്ലാതെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴല്ല. There is nothing either good or bad, but thinking make it so എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. There is nothing either good or bad, but thinking make it so. അത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാം. ചിന്ത കൊണ്ടാണ് നമ്മൾ ഒരു കഥാപാത്രത്തെ നന്നായി അല്ലെങ്കിൽ മോശമായി, അല്ലെങ്കിൽ തിന്മയുടെ കഥാപാത്രമാണ്, നന്മയുടെ കഥാപാത്രമാണ്, അല്ലെങ്കിൽ അയാൾ കൊമേഡിയനാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ റോളാണ്, അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടറാണെന്ന് ചിന്തിച്ചാണ് വ്യാഖ്യാനിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് കഥാപാത്രത്തെ അയാൾ അംഗീകരിക്കുന്നത്. ഷേക്സ്പിയർ പറഞ്ഞ ആ വാക്യത്തെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം: ചിന്ത കൊണ്ടാണ് ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ, ആ കഥാപാത്രത്തെ എങ്ങനെ ആവിഷ്കരിക്കണം, ഹീറോയാണോ വില്ലനായിട്ടാണോ അത് അവതരിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ചിന്തിച്ചാണ്.
സീരിയസ് ആയി അത് പെർഫോം ചെയ്യുന്ന ഹീറോ അല്ലെങ്കിൽ വില്ലൻ അല്ലെങ്കിൽ കൊമേഡിയൻ അത് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സൂപ്പർ പവർ പാക്ക്ഡ് പെർഫോമൻസായി മാറും. ഷേക്സ്പിയർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഹാസ് ഗീവൺ യു വൺ ഫേസ് ആൻഡ് യു മേക്ക് യുവർ സെൽഫ് അനദർ. ദൈവം നിനക്കൊരു മുഖം തന്നിട്ടുണ്ട്. അല്ലയോ ആക്ടറെ, നിനക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ നീ അത് മറ്റൊരു മുഖമായി മാറ്റണം. അവിടെയാണ് അഭിനയം സംഭവിക്കുന്നത്. അല്ലാതെ നിന്റെ ഒരേ മുഖം എല്ലാ കഥാപാത്രങ്ങളിലും എല്ലാ സിനിമകളിലും വ്യത്യസ്ത കോസ്റ്റ്യൂമുകളിട്ട് കാണിച്ചു നീ ഒരു മഹാനായ നടനാണെന്ന് അഹങ്കരിക്കുമ്പോഴല്ല നീ ഒരു സൂപ്പർ ആക്ടറായി മാറുന്നത്. നീ മറ്റൊരു മുഖം സൃഷ്ടിക്കുമ്പോഴാണ്. ഇറ്റ് ഈസ് ദ കീ ഓഫ് ആക്ടിങ്. If think be the food of acting, if thinking be the food of acting, play on. അഭിനയത്തിൻ്റെ ഭക്ഷണം ചിന്തയാണെങ്കിൽ അത് ഓണാക്കുക. നീയാണ് തീരുമാനിക്കേണ്ടത്. അല്ലയോ നട, ചിന്തകളാണ് നിന്റെ ആക്ടിങ്ങിൻ്റെ ഭക്ഷണമെങ്കിൽ നീ അത് ഓണാക്കണം. ഇമാജിനേഷനാണ് നിന്റെ അഭിനയത്തിൻ്റെ ഫ്യൂവൽ, ഇന്ധനമെങ്കിൽ നീ അത് ഓണാക്കണം. ഒരു നടൻ അത്യാവശ്യം വേണ്ടത് ലിസ്റ്റൺ ടു മെനി, സ്പീക്ക് ടു എ ഫ്യൂ. വിശ്വസാഹിത്യകാരൻ ഷേക്സ്പിയറാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു കലാകാരൻ മറ്റുള്ളവർ പറയുന്നത് വളരെയധികം കേൾക്കണം, വളരെ കുറച്ച് മാത്രമേ പറയാവൂ. നോളജ് ഈസ് പവർ. ഒരു നടൻ എപ്പോഴും എല്ലാ മേഖലകളിലും അറിവ് സമ്പാദിക്കുന്നവനായിരിക്കണം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഇമാജിനേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം തൻ്റെ ഭാവനയെയും ഒരു നടൻ വർക്കൗട്ടാക്കണം. ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം, ഡ്രീം ചെയ്തുകൊണ്ടിരിക്കണം. ആ ടാലൻറ്റ്, ആ കഴിവ് തൻ്റെ കഥാപാത്രം വികസിപ്പിക്കുന്നതിന് അവനെ സഹായിക്കും. Acting is like riding a bicycle. To keep your balance, you must keep moving. സിനിമ അഭിനയം ബൈസിക്കിൾ ചവിട്ടുന്നത് പോലെയാണ്, സൈക്കിൾ സവാരി പോലെയാണ്. കീപ്പ് യുവർ ബാലൻസ്. അതിൽ നമ്മുടെ ബാലൻസ് നമ്മൾ കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ബാലൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ് സൈക്കിൾ ആസ്വദിച്ച് നമുക്ക് ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനാകുന്നത്. യു മസ്റ്റ് കീപ് മൂവിങ്. അതുപോലെയാണ് സിനിമാഭിനയം. അതിൻ്റെ ബാലൻസ് ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെ ചവിട്ടി നാം ആസ്വദിച്ച് സവാരി ചെയ്യുന്നത് പോലെ ഒരു നടൻ തൻ്റെ കഥാപാത്രത്തെ റൈഡ് ചെയ്യണം. അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാതെ, അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ, ആ കഥാപാത്രത്തിൻ്റെ നിയന്ത്രണം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പെർഫോം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആക്ടറായി മാറുന്നത്. ഒരു നടൻ അത്യാവശ്യം കീപ്പ് ചെയ്യേണ്ടത് ദ ആക്ടിങ് ഫോഴ്സ് വിത്ത് യു. നിന്നോടൊപ്പമുള്ള ആ പ്രതിഭ, ആക്ടിങ് ഫോഴ്സ് അത് കീപ്പ് ചെയ്യണം. മേ ദ ഫോഴ്സ് ബി വിത്ത് യു. നിന്നിലുള്ള ആ ആക്ടിങ് ടാലൻറ്റ്, ആക്ടിങ് ഫോഴ്സ് അത് നിന്റെ കഥാപാത്രത്തിലൂടെ
വികസനമാക്കി അത് അളന്നു തൂക്കി പ്രകടിപ്പിക്കുമ്പോഴാണ്, ആവശ്യം വേണ്ട സമയത്ത്, സ്ഥലത്ത്, സന്ദർഭത്തിൽ ആ കഥാപാത്രം പ്രകടിപ്പിക്കുമ്പോഴാണ് മഹത്തരമായ ഒരു പ്രകടനമായി മാറുന്നത്. ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നടൻ ചോദിക്കും, അതിൻ്റെ തീം എന്താണ്, അതിൻ്റെ ടാഗ് ലൈൻ എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഫോർ ഫിലിം, ടാഗ് ലൈൻ ഈസ് എ സക്സിൻറ്റ് evocative phrase designed to capture the essence, mood or the theme of the movie. ആ സിനിമയുടെ സത്ത, മൂഡ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ ആശയം, അതിനെയാണ് ടാഗ് ലൈൻ എന്നതുകൊണ്ട് സിനിമയിൽ ഉദ്ദേശിക്കുന്നത്. ഈ ലോഗ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ലോങ് ലൈൻ? ലോഗ് ലൈൻ ഈസ് ദ മിനി സമ്മറി ഓഫ് ദ പ്ലോട്ട്. ലോഗ് ലൈൻ എന്ന് വച്ചാൽ ആ പ്ലോട്ടിൻ്റെ ചെറിയ ഒരു ചുരുക്കമാണ്. ടാഗ് ലൈൻ എയിംസ് ടു ഇൻട്രിഗ്യൂ, പ്രൊവോക്ക് തോട്ട്സ് ആൻഡ് എലിസിറ്റ് ഇമോഷൻ, often becoming an iconic representation of the film. ടാഗ് ലൈൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ ചിന്തയെ പ്രൊവോക്ക് ചെയ്യാനാണ്. ആ ഇമോഷനെ കുറിച്ച് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കാഴ്ചവെക്കാനാണ്, അത് മനസ്സിലാക്കി തരാനാണ്. ഒരു നടൻ ആദ്യമേ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്യാപ്ചർ ദ എസൻസ്, അതിൻ്റെ സത്ത, താൻ അവതരിപ്പിക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ, സിനിമയുടെ, കഥാപാത്രത്തിൻ്റെ, ഷോട്ടിൻ്റെ, സീനിൻ്റെ എസൻസ് എന്താണെന്ന് ക്യാപ്ചർ ചെയ്യണം. അതിൻ്റെ മൂഡ് എന്താണെന്ന് ക്യാപ്ചർ ചെയ്യണം. അതിൻ്റെ തീം, ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കണം. It is most important to capture the essence, mood, theme of the short scene of the film. Moreover, സർവോപരി, understand the summary of the short scene, situation of the film. ആ സിനിമയിൽ താൻ ചെയ്യാൻ പോകുന്ന ഭാഗത്തിൻ്റെ ചുരുക്കം എന്താണെന്ന്, അതിൻ്റെ സത്ത എന്താണെന്നും, അതിൻ്റെ മൂഡ് എന്താണെന്നും, ഉള്ളടക്കം എന്താണെന്നും അറിഞ്ഞാൽ ആ നടന് അത് മനസ്സിലാക്കി അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കും. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പെർഫോമൻസിനെ പ്രചോദിപ്പിക്കാൻ ഒരു സീക്രട്ട് കീ ആയിട്ട് നമുക്ക് അവൻ്റെ ചിന്തയെ ഉപയോഗിക്കാം. പ്രൊവോക്ക് തോട്ട്, എക്സ്പ്രസ് ഇമോഷൻ. ഇറ്റ് ഈസ് ദ കീ. ഏത് ഭാവമാണ്, ഏത് മൂഡാണ്, ഏത് എക്സ്പ്രഷനാണ് കൊടുക്കണമെന്ന് ആ നടന് തീരുമാനിക്കാം. അത് അദ്ദേഹം ഇതിൻ്റെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞ് തൻ്റെ ചിന്തയിലൂടെയാണ് ഇവോക്ക് ചെയ്യേണ്ടത്. പ്രൊവോക്ക് തോട്ട്, എക്സ്പ്രസ് ഇമോഷൻ. അതിന് ഞാനൊരു ഷോർട്ട് ഫോം പറയാം. ബീയിങ്, ബിക്കമിങ് ദ ക്യാരക്ടർ. ബി ആയിരിക്കുക, ബീയിങ് ആയിത്തീരുക, ബിക്കമിങ് എത്തിച്ചേരുക, ആ കഥാപാത്രമായി തീരുക. നാം ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ആ കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂംസും
അതിൻ്റെ ഭാവങ്ങളും സത്തയും മൂടും ഉൾക്കൊണ്ടുകൊണ്ട് ആ കഥാപാത്രം ബിക്കമിങ് ആയി തീരുക, അതിലേക്ക് എത്തിച്ചേരുക. ബിക്കമിങ് ദ ക്യാരക്ടർ, becoming the character. Since he becoming a super performer, super actor. ഒരു നടൻ നന്നായി അഭിനയിച്ചോ എന്ന് വിലയിരുത്തണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഗുഡ് ആക്ടർ മേക്സ് ദ സ്റ്റോറി ബിലീവബിൾ ബൈ ഹിസ് ഗുഡ് ആക്ടിങ്. അദ്ദേഹത്തിൻ്റെ നല്ല അഭിനയ പ്രകടനം കൊണ്ട് ഏതോ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഒരു സ്വപ്നം, അത് മേക്ക് ഇറ്റ് ബിലീവബിൾ, അത് വിശ്വാസയോഗ്യമാക്കി തീർക്കുന്നു ഓഡിയൻസിന് മുമ്പിൽ. ഓഡിയൻസ് വിശ്വസിച്ചു പോകുന്നു, ഇങ്ങനെ ഒരു കഥാപാത്രം ജീവിച്ചിരുന്നു. ഉദാഹരണം, ഷേക്സ്പിയറിനെ നാം അവതരിപ്പിക്കുകയാണെങ്കിൽ, ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു നാടക പ്രതിഭ, വിശ്വനാടക പ്രതിഭ, അനേകം നാടകങ്ങൾ എഴുതി ഗ്ലോബൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംരംഭം നടത്തി നാടക പ്രകടനത്തിലൂടെ കാണികളെ കൊള്ളിച്ചിരുന്നുവെന്ന് വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ഹി ബിക്കം എ ഷേക്സ്പിയർ. ആ നടൻ മേക്ക് ഇറ്റ് ബിലീവബിൾ. അത് കണ്ടു കഴിയുമ്പോൾ ഓഡിയൻസിനുണ്ടാവും, ആ ഷേക്സ്പിയർ ജീവിച്ചിരുന്നു, ഞാൻ കണ്ടത് യഥാർത്ഥ ഷേക്സ്പിയർ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ഓഡിയൻസിൽ സംജാതമാക്കാൻ കഴിഞ്ഞാൽ ഹീസ് എ ഗുഡ് ആക്ടർ, ഹീസ് എ സൂപ്പർ ആക്ടർ. തൻ്റെ മെമ്മറബിളും ആയിട്ടുള്ള ആ പ്രകടനത്തിലൂടെ നടൻ കാണികളെ ആ ഭാവനാ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോവുകയും താൻ തൻ്റെ വ്യക്തിത്വത്തെ മറച്ചു വച്ച് തനിക്ക് നൽകിയിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ സത്ത ഉൾക്കൊണ്ട് ജീവത്തായ ഭാവങ്ങൾ ആവിഷ്കരിച്ച് ആ കഥാപാത്രത്തെ റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു ഗ്രേറ്റ് ആക്ടറായി മാറുന്നത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് സാധ്യമല്ല. പക്ഷെ തിങ്ക് പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾക്കും ഒരു സൂപ്പർ ആക്ടറായി മാറാൻ കഴിയും ബൈ യുവർ പ്രാക്ടീസ്. എൻറിച്ച് ദ ആക്ടിംഗ് എക്സ്പീരിയൻസ് ബൈ പ്രാക്ടീസ് ഇൻ യുവർ ക്രാഫ്റ്റ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ പ്രതിഭയിൽ, ജീനിയസിൽ നിങ്ങൾ വിശ്വസിക്കൂ. പരിശീലനം മാത്രമാണ് അതിനുള്ള ഷോർട്ട് കട്ട്. വൺ ഡേ വേൾഡ് വിൽ അപ്രിഷ്യേറ്റ് യു. ഒരു ദിവസം ലോകം നിങ്ങളെ അംഗീകരിക്കും. നിങ്ങളുടെ കഥാപാത്രങ്ങളെയും നിങ്ങളുടെ സിനിമകളെയും കാണുവാൻ തിയേറ്ററുകളിൽ ഓഡിയൻസ് തിക്കിത്തിരക്കി കയറും. തിങ്ക് പോസിറ്റീവ്, ബി കോൺഫിഡൻറ്റ്, പ്രാക്ടീസ്. I am Shadi John, signing off from Shadi John Podcasting. Thank you.